കോട്ടയത്തിന്റെ മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിലും കൊക്കയർ പഞ്ചായത്തിലും ഉരുൾപൊട്ടി. മൂന്നിലവിലും ഉരുൾപൊട്ടിയുണ്ടായതായി സംശയമുണ്ട്. KSRTC പാലാ ഡിപ്പോയിലെ ഡ്രൈവർ രാജേഷിന്റെ വീട് ഒലിച്ചുപോയി. കൂട്ടിക്കൽ ടൗണിൽ വെള്ളം കയറി. മുണ്ടക്കയം കോസ്വേ വെള്ളത്തിലായി. പാലാ ഈരാറ്റുപേട്ട ടൗണുകളിലും വെള്ളം മുങ്ങി. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. അവിടെ നിന്ന് അജിത് ബാബു ഉണ്ട്. അജിത്ത്, നിലവിൽ ജില്ലയിലെ സാഹചര്യം എങ്ങനെയാണ്? രാത്രി 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ മഴ ശക്തമായി പെയ്യാൻ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ മഴ ആരംഭിച്ചതാണ് ഏറ്റവും കൂടുതൽ ഈ സാഹചര്യത്തിൽ കുറച്ച് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കാരണം എല്ലാവരും ഉറങ്ങിയതിനൊക്കെ ശേഷമാണ് ശക്തമായ മഴ പെയ്യാൻ തുടങ്ങുന്ന പശ്ചാത്തലം ഉണ്ടായത്. അതിന് പിന്നാലെ ഈ നിർത്താതെ മണിക്കൂറുകളോളം മഴ പെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും അതിനുശേഷം പ്രത്യേകിച്ചും വെള്ളം കയറുന്ന 2018 ഉൾപ്പെടെ വെള്ളം കയറിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളം ഉയർന്നതോടുകൂടി ആളുകളൊക്കെ തന്നെയും ഇത്തരത്തിൽ ജാഗ്രത പാലിക്കുന്ന പശ്ചാത്തലമുണ്ടായി. പക്ഷേ അതിനുമൊക്കെ അപ്പുറത്തേക്ക് രണ്ടിടങ്ങളിൽ കൊക്കയാർ പഞ്ചായത്തിൽ ഉരുൾപൊട്ടലുണ്ടായി. അതുപോലെ തന്നെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിലും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ടായി. ഈ കൂട്ടിക്കൽ ടൗണിൽ പൂർണ്ണമായും വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പൂഞ്ഞാറിൽ വലിയ മഴയാണ് പെയ്തത്. ഇത്തരത്തിൽ അവിടുത്തെ മഴയുടെ അളവ് അത്രത്തോളം വലിയ രീതിയിലാണ് പെയ്തത്. നമുക്ക് മുമ്പൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ ഈ 2018 പെയ്തതിന് സമാനമായ മഴയാണ് ഇത്തരത്തിൽ ഈ പൂഞ്ഞാറിൽ നിർത്താതെ പെയ്യുന്ന പശ്ചാത്തലം ഉണ്ടായത്. ഈരാറ്റുപേട്ട ടൗൺ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ പശ്ചാത്തലമാണുള്ളത്. കാഞ്ഞിരപ്പള്ളിയിലും സമാനമായി വെള്ളം കയറിയ സാഹചര്യമാണുള്ളത്. അതുകൂടാതെ പാലാ നഗരത്തിലും വെള്ളം കയറി. നിരവധിയായിട്ടുള്ള കടകളിൽ രാത്രിയിൽ തന്നെ വെള്ളം കയറി. നഗരത്തിന്റെ ഈ പ്രദേശങ്ങളിലുള്ള കടകളിലൊക്കെ തന്നെയും വെള്ളം കയറുന്ന പശ്ചാത്തലമുണ്ടായി. വീടുകളിലും ഈ പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറി. മണിമല ആറ് നിറഞ്ഞു കവിഞ്ഞതോടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന നിരവധി വീടുകളിൽ വെള്ളം കയറി. അങ്ങനെ വിവിധങ്ങളായ ജില്ലയിലെ മലയോര മേഖലയിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ വലിയ പ്രതിസന്ധി ഇത്തരത്തിൽ മഴയെ കൊണ്ട് നേരിടുന്നുണ്ട്. മഴ ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലം തന്നെയാണ് ഉള്ളത്. ഏതാണെങ്കിലും ഈ മൂന്നിലവിലും ഇത്തരത്തിൽ ഉരുൾപൊട്ടിയതായുള്ള സംശയങ്ങളുണ്ട്. പാലാ KSRTC ഡിപ്പോയിലെ ഡ്രൈവറുടെ ഇത്തരത്തിൽ വീട് ഒലിച്ചു പോകുന്ന പശ്ചാത്തലമുണ്ടായി. ഈ കാഞ്ഞിരപ്പള്ളിയിലെ ചില വീടുകളിലൊക്കെ ഇപ്പോൾ തന്നെയും കട്ടിലിന് മുകളിലേക്ക് വെള്ളം ഉയരുന്ന പശ്ചാത്തലം, ആ ലെവലിലേക്ക് വെള്ളത്തിന്റെ ഉയർച്ച ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ടെന്നതാണ്. വാഗമൺ റോഡിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ റോഡുകളിൽ വെള്ളം ഒഴുകുന്ന പശ്ചാത്തലമാണ്. വിവിധ റോഡുകൾ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ജില്ലയിലെ മുഴുവൻ ആളുകളും ഈ മലയോര മേഖലയിലെ മുഴുവൻ ആളുകളും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എല്ലാം അവധിയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതുള്ളത് ഈ മുഴുവൻ ആളുകളും ജാഗ്രത പാലിക്കണം. അതിന് മാറ്റി പാർപ്പിക്കേണ്ടവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഇടപെട്ട് എത്രയും വേഗത്തിൽ ആ നടപടി സ്വീകരിക്കുന്ന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലാകെ ഇതിനോടകം തന്നെ ഇത്തരത്തിൽ ആ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഈ കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉൾപ്പെടെ മൂന്നിലവിലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രധാനപ്പെട്ട ആറുകളിലൊക്കെ വെള്ളം വേഗത്തിൽ ഉയർന്ന പശ്ചാത്തലമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ കടകമ്പോളങ്ങളിലൊക്കെ വെള്ളത്തിൽ മുങ്ങിയ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജില്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ശക്തമായ മഴയാണ് കോട്ടയത്തിന്റെ മലയോര മേഖലയിൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യം ഉണ്ടായത്. മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, പാലാ ഉൾപ്പെടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഈ ബന്ധു വീടുകളിലേക്കും മറ്റ് വീടുകളിലേക്കും ഒക്കെ ഉൾപ്പെടെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇനിയും അത്തരത്തിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശത്തെ വീട്ടിലെ ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് അപ്രതീക്ഷിതമായി പെയ്ത മഴയായതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഒരു മുൻകരുതൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെയാണ് ആരംഭിച്ചത്. നിലവിൽ ഏതാണെങ്കിലും ശക്തമായ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടത്താനുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറിയത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെയും ഇതിനോടൊപ്പം തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ മഴ ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലമാണുള്ളത്. കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും മുണ്ടക്കയം ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ വിവിധ റോഡുകളിൽ പ്രധാനപ്പെട്ട റോഡുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഇന്ന് ഏർപ്പെടുത്തേണ്ടി വരും. മാത്രമല്ല ഇന്ന് ജില്ലയിൽ ഒരു തരത്തിലുള്ള ഖനന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തരുതെന്നുള്ള ഉത്തരവും ഇതിനോടകം തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞു. ഏതാണെങ്കിലും ഗൗരവത്തോടെ തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഈ സാഹചര്യത്തെ കാണുന്നത്. എത്രയും വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി അവിടേക്കെല്ലാം എല്ലാ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലേക്കും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകളെ എത്തിക്കാൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇതിന്റെ ഈ മഴയുടെ അളവ് ഒന്ന് കുറഞ്ഞാൽ മാത്രമാണ്
കൂടുതൽ മേഖലകളിലേക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടെ എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയുള്ളൂ. പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള പാലായിലാണ് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ കടകമ്പോളങ്ങളിലും എല്ലാം വെള്ളം കയറിയ പശ്ചാത്തലമാണ്. വിവിധ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ രക്ഷാ പ്രവർത്തനം ഉൾപ്പെടെ അതുപോലെ തന്നെ ഈ വെള്ളം കയറിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ കാര്യത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്. ശരി, എന്തായാലും കോട്ടയത്തെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. കോട്ടയത്തെ പ്രധാന ടൗണുകളിലടക്കം വെള്ളം കയറുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അജിത് ബാബു ആണ് അവിടുന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി